സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചില യാഥാർത്ഥ്യങ്ങളിലേക്കാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. മറ്റൊന്നുമല്ല, കേരളത്തിൽ ഇന്ന് അങ്ങിങ്ങോളം വ്യാജ പ്രചരണമായി കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് ഇത്. വ്യാജ പ്രചരണങ്ങൾ കൊണ്ടും കുപ്രചരണങ്ങൾ കൊണ്ടും ജനങ്ങൾക്കിടയിലേക്ക് തെറ്റിദ്ധാരണ നിറച്ചു കൊണ്ടുവരുന്ന ഒരു സ്ഥലം. അതിലെ യാഥാർത്ഥ്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇത് മറ്റെവിടെയുമല്ല, നമ്മുടെ ചൂരൽമല നിവാസികൾക്കായി ഒരുക്കുന്ന കൽപ്പറ്റയിലെ ടൗൺഷിപ്പാണ് നമ്മളിപ്പോൾ കൊണ്ടുവരുന്നത്. ഇവിടെ ഒരുക്കുന്ന വീടുകളും മറ്റു കാര്യങ്ങളും, ഇവിടുത്തെ വീടുകളുടെ അടിസ്ഥാന വിലയെക്കുറിച്ചുള്ള തർക്കങ്ങളും എന്നിങ്ങനെയായി പല സംഗതികളും നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടെ നന്നായിട്ട് വ്യാജ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇതിൻ്റെ സത്യം എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് RBC ഇന്ന് ഇവിടെ എത്തിപ്പെട്ടിരിക്കുന്നത്. കുപ്രചരണങ്ങളെയും പൊളിച്ചടക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഇതിലെ കുപ്രചരണങ്ങൾക്ക് യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷിച്ചുകൊണ്ടാണ് RBC ഇന്നിവിടെ എത്തിപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും RBCയുടെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് മറ്റ് വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചും കണ്ടും മനസ്സിലാക്കി വരാഖമാണ്. വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വയനാട് ചൂരൽമല നിവാസികൾക്കായി ഒരുക്കുന്ന സ്വപ്നഭവനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനും ഇതിൻ്റെ വിഷ്വൽസൊക്കെ കൂടുതൽ കാണാനൊക്കെ താല്പര്യമുള്ള ആളുകൾ ഒന്ന് ഇവിടെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാം, ഒരു ഡൈനിങ് ഹാളാണ്. അത്രയും സൗകര്യമുള്ള ഒരു നല്ലൊരു ഡൈനിങ് ഹാളാണ്. 1000 സ്ക്വയർ ഫീറ്റ് ഉള്ളതുകൊണ്ട് തന്നെ വളരെ വളരെ മികച്ച രീതിയിലാണ് ഈ ഡൈനിങ് ഹാൾ ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അതിൻ്റെ അടുത്തൊരു നല്ലൊരു വാഷ് ബേസിൻ നല്ലൊരു സൗകര്യത്തോടെ ഒരു ചുമരിനോട് ഇൻബിൾട്ടായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു നല്ല അടിപൊളി ഒരു വാഷ് ബേസിനാണ് ഉള്ളത്. അപ്പോൾ രണ്ട് ഫാൻ സെറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു വലിയൊരു ഡൈനിങ് ഹാളാണ്. അതിനൊപ്പം തന്നെ ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പേസ് തന്നെയാണ് ഡൈനിങ് ഹാളിന്. ഒപ്പം തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പേസാണ്. നമുക്ക് വീടിൻ്റെ റൂമിലേക്കൊന്ന് ശ്രദ്ധിക്കാം. റൂംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു രീതിയിൽ തന്നെ വലുപ്പവും കാര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ റൂമിലുണ്ട്. റൂമിൻ്റെ കാഴ്ചകളാണിത്. ഈ റൂമിനോട് ചേർന്ന് തന്നെ, അതായത് ഈ റൂമിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ നല്ലൊരു ബാത്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ബാത്റൂമിലും ഒരു വാഷ് ബേസിൻ ഉണ്ട്, ടോയ്ലറ്റ്, ഒപ്പം തന്നെ ഇതിൻ്റെ സകല ഇൻറ്റീരിയലും എക്സോസ്റ്റ് ഉൾപ്പെടെ സകലവും ഇതിൽ ഉണ്ട്. നല്ലൊരു അടിപൊളി ഷവർ, ഒരു ഹൈടെക് ബാത്റൂം തന്നെ, നല്ല സെറ്റപ്പ് ബാത്റൂം തന്നെ എന്ന് തന്നെ പറയാം നമുക്ക്. നല്ലൊരു ബാത്റൂമും ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ നമുക്ക് കാണാനുള്ളത് മറ്റൊരു റൂമും കൂടാണ്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ ഡൈനിങ് ഹാളിൽ കോമൺ ആയിട്ടൊരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ പറയുകയാണെങ്കിൽ, ഡോറിൻ്റെ ക്വാളിറ്റിയൊക്കെ പറയുകയാണെങ്കിൽ വളരെ മികച്ച ക്വാളിറ്റിയിലാണ് ഇതുള്ളത്. അപ്പോൾ അതും നല്ല സ്പേസുള്ള നല്ല സൗകര്യമുള്ളൊരു നല്ലൊരു ബാത്റൂം. ഇതിൻ്റെ പ്ലാനിങ് വരുന്നത് അത്രയും മികച്ച രീതിയിൽ തന്നെയാണ്. കാരണം ഒരു സ്ഥലവും ഇതിൻ്റെ ഉള്ളിൽ വെറുതെ ആയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഈ റൂമിൽ പ്രത്യേകിച്ച് ബാത്റൂം ഇല്ല. അപ്പോൾ കുഴപ്പമില്ല, അവിടെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. ഡൈനിങ് ഹാളിൽ തന്നെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. തൊട്ടപ്പുറത്തെ റൂമിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും. ഈ ഒരു റൂമിൻ്റെ സൗകര്യം ഇത്രത്തോളമാണ്. കുഴപ്പമില്ലാത്തൊരു രീതിയിലുള്ള റൂം തന്നെയാണ്. നല്ലൊരു സൗകര്യം ആ റൂമിലും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് ഇതിൻ്റെ അടുക്കള ഭാഗത്തേക്കാണ്, കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. കിച്ചൺ ഭാഗത്ത് നോക്കുന്ന സമയത്ത് വളരെ സൗകര്യാർത്ഥം ഇവിടെ ഒരു നല്ലൊരു അതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കബോർഡ് കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഈ വീട്ടിലേക്ക് കയറി താമസിച്ചാൽ മാത്രം മതി, വേറെ എന്തിൻ്റെയും ഒരു ആവശ്യകത ഇതിനുണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും മികച്ച രീതിയിലാണ് ഇതിനെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇത്രയും നല്ല ക്വാളിറ്റിയിൽ, ഇത്രയും നല്ല വർക്ക്, ഇത്രയും നല്ല സൗകര്യത്തോടെ ഈ ഒരു വീട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ പൊള്ളയായ കള്ളത്തരങ്ങൾ ഒരുപാട് സമൂഹത്തിലുണ്ട്. പക്ഷേ ആ സമൂഹത്തിലെ ആ കള്ളങ്ങളും മറ്റും ഒക്കെ തൊട്ടറിയണമെങ്കിൽ നമ്മൾ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് നോക്കണമെന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. എന്തുകൊണ്ടും മികച്ച രീതിയിലാണ് ഇവിടുത്തെ പണികൾ കഴിച്ചു വെച്ചിരിക്കുന്നത്. അത്രയും നല്ല സൗകര്യമുള്ള ഒരു വീട്, അത്രയും നല്ല സൗകര്യമുള്ള ഒരു പ്രദേശം. ഇവിടുത്തെ പ്രദേശത്തിൻ്റെ ആംബിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഒരു വളരെ വളരെ പീസ്ഫുൾ, വളരെ പ്രകൃതി മനോഹരമായ ഒരു ഇടം തന്നെയാണ് ഈ ടൗൺഷിപ്പ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൽപ്പറ്റയിൽ നിന്ന് ഒരുപാട് കിലോമീറ്റർ ഒന്നും ഇല്ലെന്നേ. കൽപ്പറ്റ ടൗണിൽ നിന്ന് കുറച്ച് ഇങ്ങ് കയറി കഴിഞ്ഞാൽ
അതിമനോഹരമായൊരു സ്പേസാണ് ഇവിടെ ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഒന്നും പറയാനില്ല, വളരെ മികച്ച രീതിയിലാണ്. അപ്പോൾ വ്യാജ പ്രചരണങ്ങളൊക്കെ തള്ളിക്കളയുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വീണ്ടും വീണ്ടും പറയുന്നത്. കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകളുടെ സ്വപ്ന ഭവനമല്ലേ, അതിനെ വെറുതെ ഒരു സർക്കാരിനെ അടിക്കുക എന്നുള്ളത് വെച്ച് അതിനെ ഇങ്ങനെ വ്യാജമായി തള്ളണ്ട. അത്രയും മികച്ച ക്വാളിറ്റിയിലാണ് ഈ വീട് ഉണ്ടാക്കുന്നത്. ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ചെയറാണ്, നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മുകളിലൊന്ന് കയറി വരാം. അപ്പോൾ കാണിക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി കാണിക്കണമെന്നല്ലേ, അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഇതിൻ്റെ മുകൾ ഭാഗങ്ങളൊക്കെ ഒന്ന് കയറി നോക്കാം. അപ്പോൾ മുകളിൽ വർക്ക് നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ മാതൃകാ വീടിൻ്റെ വർക്കും ഇങ്ങനെ ചില്ലറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലെ വർക്ക് കുറച്ച് കഴിഞ്ഞിട്ടില്ല, എന്നാലും നമ്മുടെ താഴെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ മുകളിലെ ഒരു ഭാഗം. അപ്പോൾ ഏകദേശം 9 പില്ലർ, 9 പില്ലറല്ലേ ഇത്? 9 പില്ലറോളം ഉള്ള ഒരു വീടാണ്. അപ്പോൾ ഏതൊരു പ്രകൃതി ദുരന്തത്തെയും അതിജീവിക്കാനുള്ള പാകത്തിലാണ് ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇനിയൊരു ദുരന്തം ഇപ്പോൾ വയനാടിനെ സംബന്ധിച്ച് പശ്ചിമഘട്ടമായതുകൊണ്ട് തന്നെ ഇനിയൊരു ദുരന്തവും നമുക്ക് ഏതു നേരം ഫേസ് ചെയ്യാനുള്ള സംഗതിയൊക്കെ തന്നെയാണ് വയനാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. പക്ഷേ ഇവിടെ ഇനി അങ്ങനത്തെ ഒരു ദുരന്തം ഇല്ലാണ്ട് നിൽക്കട്ടെ എന്നൊക്കെ നമുക്ക് പ്രത്യാശിക്കാം, പ്രാർത്ഥിക്കാം. പക്ഷേ അങ്ങനെ എനിവേ ഇൻ കേസ് ഉണ്ടെങ്കിൽ തന്നെ അതിനെയും അതിജീവിച്ചു പോരാനുള്ള രീതിയിലാണ് ഈ വീട് പാകപ്പെടുത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ പില്ലറിൻ്റെ കരുത്തും ഈ വർക്കിൻ്റെ ക്വാളിറ്റി എല്ലാം കൂടെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇനിയും വേണമെങ്കിൽ എന്താ പറയുക, നമുക്ക് അപ്സ്റ്റെയറും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രക്ചറാണിത്. കാരണം ഇപ്പോൾ ഇനി ഭാവിയിലേക്ക് ഈ വീടൊന്നും കൂടെ മോടി പിടിപ്പിക്കണം, അല്ലെങ്കിൽ ഈ വീട്ടിൽ ഒന്നും കൂടെ സൗകര്യങ്ങൾ കൂട്ടണം എന്നൊക്കെ ആരെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി കൂടെ എന്താ പറയുക, അതിനുള്ളൊരു കാര്യങ്ങളും കൂടെ പാകപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഏകദേശം ഒരു 5 നില തന്നെ പൊന്തിച്ചാലും അനങ്ങാൻ പോകുന്നില്ല, അത്രയും മോസ്റ്റ് പവർഫുള്ളാണല്ലേ. അല്ലേ ഞാൻ പറഞ്ഞ കാര്യമല്ലേ, ഒരു 5 നിലയൊക്കെ ഇതിൻ്റെ മുകളിൽ ഇനിയും പൊന്തിയാലും വലിയ എങ്ങനെ 9 നല്ല പില്ലറിൻ്റെ മുകളിൽ ആണിത് ഈ ബിൽഡിങ് പൊന്തുന്നത്. ഇതിന് മുകളിൽ 5-6 നില സുഖമായിട്ട് പൊന്തി അത്രയും കണ്ടീഷനാണ്. അതെ. അപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പുതിയ ആളുകളൊക്കെ ഇവിടെ വരുന്ന സമയത്ത് അവർക്ക് എന്നും ലൈഫ് ലോങ് നല്ല സന്തോഷത്തോടെ ജീവിക്കാനുള്ളൊരു വീട് തന്നെ ആണുള്ളത്. ഊരാളെങ്കിലാണ് വർക്കല്ലേ? ഊരാളെങ്കിലാണ് ഞങ്ങൾ വാട്ടർ പ്രൂഫിങ് ഊരാളെങ്കിലാണ് സബ്ബ. എങ്ങനെ ഊരാളെങ്കിലിന് സബ്ബ ഞങ്ങൾ നിങ്ങൾ സബ്ബ എടുക്കുന്നതാണ്. ഏതാണ്? ഓർബിറ്റ് ഇൻഫ്ര. ഓർബിറ്റ് ഇൻഫ്ര ഞാൻ അപ്പോൾ കേട്ടിരുന്നു അവിടെ. അവരെ വർക്കാണ്. അപ്പോൾ ഏകദേശം മാതൃകാ വീടിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി സന്തോഷം. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കുറേ വർഷമായി വർക്ക് എടുക്കുന്നു. പക്ഷേ ഇതുപോലത്തെ ഒരു വർക്ക് എടുത്തിട്ടില്ല. അത്രക്കും ക്വാളിറ്റി ഫൗണ്ടേഷനിലെന്ന് വെച്ചാൽ അപ്പം നോക്കിയാൽ തന്നെ ആണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന മെറ്റീരിയലൊക്കെ എല്ലാം ചെക്ക് ചെയ്തിട്ടുള്ള ക്വാളിറ്റി മെറ്റീരിയലാണ് എല്ലാം. അപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് ഒരു ഫില്ലർ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വലിയൊരു ബീം ഉണ്ട് എന്നുള്ളതൊക്കെ പറയുന്നത്. അതൊക്കെ യൂസ്ഫുൾ ആണ്. ക്വാളിറ്റിൻ്റെ തന്നെ നല്ല ക്വാളിറ്റിയും അതുപോലെ തന്നെ വർക്കിൻ്റെ അകത്ത് ഒരു സെൻറ്റിമീറ്റർ തള്ളുവാനോ പിടിക്കാനോ അങ്ങനത്തെ ഒന്നും പാടില്ല. അത്ര കറക്റ്റായിരിക്കണം. മൊത്തം സൈറ്റിൻ്റെ മൊത്തം വർക്ക് അങ്ങനെ തന്നെ നടക്കുക. ഇതിന് വളരെ പ്രത്യേകത ഉണ്ട്. ഓക്കെ. ആളുകളൊക്കെ ദുരന്തബാധിതരായ ആളുകളൊക്കെ ഈ വീട് സ്വപ്നഭവനം പ്രവേശിക്കാൻ വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവരെത്രത്തോളം പ്രതീക്ഷയോടാണ് ഈ വീട്ടിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. വളരെ സങ്കടം നിറയുന്ന ഒരു കാഴ്ചയും കൂടെയാണ് ഇതൊക്കെ. കാരണം ഉറ്റവരും ഉടയവരും എല്ലാവരും നഷ്ടപ്പെട്ടവരും അങ്ങനെ ഒരുപാട് ആളുകൾ അവരുടെ സ്വപ്നഭവനം കാണാൻ വേണ്ടി അവർ ഇവിടെ ഈ മാതൃകാ വീടിനരികിലേക്ക് വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലാണ് ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ. ഇത്തരം ആളുകൾ കയറി താമസിക്കാൻ ഇരിക്കുന്ന ഈ ഒരു പദ്ധതി അത് എത്രത്തോളം അതിൽ സത്യസന്ധത പുലർത്തിയിട്ടുണ്ട് എന്നറിഞ്ഞാൽ പോലും പലരും ഇതിനെ വ്യാജ പ്രചരണങ്ങൾ ഇതിനെതിരെ വ്യാജ പ്രചരണങ്ങൾ അയച്ചുവിടുന്ന സമയത്ത് വല്ലാത്തൊരു ഖേദം തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ നല്ലൊരു വീടാണ്, എല്ലാം കൊണ്ടും ഉഷാറാണ്, സെറ്റപ്പാണ്. അപ്പോൾ നല്ല എന്താ പറയാ, മൊത്തം കണ്ടോ? വീട് മൊത്തം കണ്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അടുക്കളൊക്കെ കണ്ടോ? നല്ല വീടല്ലേ? ഇഷ്ടപ്പെട്ടില്ല? സന്തോഷം.
നല്ല ഉഷാറായി പോട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു വീടിൻ്റെ റേറ്റ് ഇത് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എസ്റ്റിമേറ്റ് ഇട്ടത് 20 ലക്ഷമാണ്. 20 ലക്ഷത്തിനാണ് എന്താ പറയുക അല്ലെങ്കിൽ ഇത് കോൺട്രാക്റ്റ് എടുത്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ വർക്കെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേന് അതിൻ്റെ മുകളിൽ പോകാന്നല്ലാതെ അതിൻ്റെ താഴേക്ക് ഒരിക്കലും വരാൻ സാധ്യതയില്ല. സത്യം പറയുകയാണെങ്കിൽ ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല സാധനങ്ങളും, ഇൻസ്റ്റാഗ്രാം അല്ല, ഫേസ്ബുക്ക് അല്ല, പല കുപ്രചരണങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, ന്യൂജൻ എന്താ പറയുക അരാഷ്ട്രീയവാദികൾ ഉന്നയിക്കുന്ന സംഗതികൾ, ഇതൊക്കെ കാണുന്ന സമയത്ത് സത്യം പറയുകയാണെങ്കിൽ വളരെ ഖേദം തോന്നുകയാണ്. ചില കാര്യങ്ങളൊക്കെ തൊട്ടറിയാം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളിവിടെ വരുന്നതും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും. ഈ പില്ലർ നിങ്ങൾ നോക്കൂ, ഈ ഒരു പില്ലർ ഇങ്ങനത്തെ 9 എണ്ണം ഈ ഒരു ബേസിൽ ഇത് കോൺക്രീറ്റ് ചെയ്ത് പൊന്തിക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു സാധനം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എത്രത്തോളം കരുത്തറ്റ സംഗതിയാണ് ഇവിടെ നിർമ്മിക്കുന്നത്, എത്രത്തോളം കരുത്തറ്റ വീടാണ് ഇവിടെ നിർമ്മിക്കുന്നതെന്ന് നമുക്ക് ഈ ഒരു സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കാം. ഈ ഭാഗത്തേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത് മറ്റൊന്നും കൊണ്ടുമല്ല, നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു സാധനത്തിൻ്റെ, ഈ ഒരു വീടിൻ്റെ ഒരു ബേസ് എത്രത്തോളം പവർഫുള്ളാണ്. നോക്കൂ, ഈ കാണുന്ന ഈ 9 പില്ലർ ഇതെല്ലാം കോൺക്രീറ്റ് ചെയ്ത് ഫില്ല് ചെയ്ത് വരുന്ന സമയത്ത് ഇതിനെന്നെ കൊടുക്കണ്ടേ നിങ്ങൾ പറയുന്ന എത്ര ലക്ഷം ഉറുപ്പ്യ? ഒന്ന് ചിന്തിച്ച് നോക്കൂ, ചിന്തിച്ച് നോക്കൂ. അതിൻ്റെ ബേസ്മെൻറ്റ് ഒരുക്കി കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ഇതിന് നല്ലൊരു തുക ആവുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടുന്ന്. പിന്നെ ഇതിൻ്റെ ഇൻ്റർലോക്കും ഇൻറ്റീരിയലും അതിന് കിച്ചൺ കബോർഡ് വർക്കും നമ്മൾ നേരത്തെ മാതൃകാ വീട്ടിൽ കണ്ടു കുറച്ച് കാര്യങ്ങൾ. എന്നാലും അത് കംപ്ലീറ്റ് അല്ല, അത് പൂർത്തീകരിച്ചിട്ടില്ല. അതിൻ്റെ ബാക്കി വർക്കും കൂടെ വരാനുണ്ട് എന്നുള്ളതാണ് സത്യം. ഇത് കണ്ടോ, എത്രത്തോളം സ്ട്രോങ് പില്ലർ, ഇത്രത്തോളം ഹൈറ്റിലാണ് ഇത് പൊന്തുന്നത്. ഇത്രത്തോളം ഹൈറ്റിൽ ഈ സംഗതി പൊന്തുന്ന സമയത്ത് അത് വെറുതെ ആവില്ലല്ലോ. സകല പ്രകൃതി ദുരന്തങ്ങളെയും അതിജീവിക്കാനും മറ്റും വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു സെറ്റപ്പ് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്താണെങ്കിലും ഇവിടെ വന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റിയത് സോഷ്യൽ മീഡിയയിലുള്ള സകല അതും വ്യാജ പ്രചരണങ്ങളാണ് എന്നുള്ളതാണ്. കാരണം ഒരു വലിയ ദുരന്തത്തെ അതിജീവിച്ച ഒരുപാട് മനുഷ്യരെ തിരികെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ നമ്മുടെ നാടും സർക്കാരും ഒത്തൊരുമിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ പ്രധാന ദൗത്യം തന്നെയായിട്ട് ഇത്തരം ഒരു ടൗൺഷിപ്പ് 450ഓളം വീട് ഒരുപക്ഷെ ഉയർന്നേക്കാം എന്നുള്ളതാണ് പറയുന്നത്. 64 ഹെക്ടറോളം സ്ഥലം ഏറ്റെടുത്തു. ഇതൊക്കെ നല്ലൊരു ഇച്ഛാശക്തിയുള്ള സർക്കാരുണ്ടെങ്കിൽ തന്നെ ഇവിടെ നടക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഞാനും നിങ്ങളും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാഴ്ച. എന്തായാലും ഈ ഒരു പ്രോജക്റ്റ്, ഈ ഒരു പദ്ധതി വൻ വിജയമായി തന്നെ മാറട്ടെ, വൻ വിജയമായി തന്നെ ഇരിക്കട്ടെ എന്നും കേരളം ഉണ്ടാകുന്നിടത്തോളം കാലം, കേരളം ഉള്ളിടത്തോളം കാലം ഈ ഒരു പ്രൊജക്റ്റിൽ കേരളത്തിന് അഭിമാനിക്കാനുള്ള സാഹചര്യം ഇവിടെയുണ്ട്. ഇതിന് ഒത്തുചേർന്ന മനുഷ്യർക്കും ഇതിന് താങ്ങായി തണലായി നിന്ന നാടിനും ഈ ഒരു എന്താ പറയുക, ഈ ഒരു സർക്കാരിനും എല്ലാവർക്കും ഇതിൻ്റെ ഒരു ഭാവിയിലേക്ക് അഭിമാനിക്കാൻ തന്നെ പറ്റിയ ഒരു സംഗതിയാണ് ഇവിടെ ഉയർന്നു വരുന്നത്. എന്തെന്നായാലും നമ്മുടെ നാട് ഒരു ഐക്യത്തോടെ അല്ലെങ്കിൽ ഒത്തൊരുമയോടെ നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിനെ വരവേറ്റ സമയത്ത് പിന്നിൽ നിന്ന് കുത്താൻ ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൻ്റെ കുപ്രചരണങ്ങളാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഇങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇത്തരം ഒരു രീതിയിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റാത്തത്. കുറേ ആളുകൾ ആദ്യമേ തന്നെ വീടിനുള്ള കുറച്ച് ക്യാഷും വാങ്ങി അവർ സ്വന്തം വീട് കണ്ടെത്തിക്കൊള്ളാമെന്ന രീതിയിലേക്ക് അവർ പോയി. സത്യം പറയുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റിയത് അവർക്കൊക്കെ ഉണ്ടാകുന്നത് വലിയൊരു നഷ്ടം തന്നെയാണ്. അത് അവരെ അവരെ പറഞ്ഞു പറ്റിച്ച ആളുകൾക്ക് എന്ത് നന്മയാണ് ഇതിനെക്കൊണ്ടുണ്ടായത്? അവരെ ഭൂമിയിൽ നിന്ന് അവർ അടർന്നുപോയി. ഒരു കാലത്ത് അവരെ ഒരുമിച്ച് മറ്റൊരു ഭാഗത്തേക്ക് കുടിയേറ്റുന്നു. ആ കുടിയേറ്റുന്ന സ്ഥലത്ത് ഒരുപാട് സാധ്യതകളും ഒരുപാട് എന്താ പറയുക എൻ്റർടൈൻമെൻറ്റ്സിനുള്ളതും അവരുടെ സ്വപ്നതുല്യമായൊരു ഭവനം ഒരുങ്ങുന്നു. ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്ന സമയത്ത് അവരെ പിന്നിൽ നിന്ന് കുത്തി അവരെ മാറ്റി നിർത്താൻ പ്രചോദനമായ കാര്യങ്ങൾ ഉണ്ടാക്കി. അതാരാണെങ്കിൽ തന്നെ അത് വളരെ മോശമാണ്, അത് വളരെ ഖേദകരമായ കാര്യം തന്നെയാണ്. എന്താണെങ്കിലും ഈ ടൗൺഷിപ്പ് വിജയകരമായിട്ട് നിൽക്കട്ടെ. കേരള ചരിത്രത്തിൽ എന്നും പീക്ക് ലെവലിൽ തന്നെ ഈ ടൗൺഷിപ്പ് ഉണ്ടാവട്ടെ, ഇത് വളരെ സക്സസ് ആവട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് വിട പറയുന്നു. ബൈ.